കേക്ക് വാങ്ങിയത് തെറ്റായി തോന്നിയില്ല, BJP-യിലേക്ക് പോകുമെന്ന് എന്നല്ല അതിന്റെ അർത്ഥം. കേക്കാണ് വാങ്ങിയത്, രാഷ്ട്രീയത്തിൽ മാറ്റത്തിനല്ല താൻ ശ്രമിച്ചത്, ഇടതുപക്ഷക്കാരനായി തന്നെ തുടരും എന്നും VS സുനിൽകുമാറിന് മറുപടിയായി മേയർ MK വർഗീസ് പറഞ്ഞു വെക്കുകയാണ്. തന്റെ സൗഹൃദമാണ് അവിടെ കണ്ടത് എന്നതാണ് മേയർ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോൾ ആര് കേക്ക് കൊണ്ടുവന്നാലും വാങ്ങുമെന്നാണ് അതിരൂക്ഷമായ വിമർശനം VS സുനിൽകുമാറിൽ നിന്ന് ഉയരുമ്പോൾ മേയർ തിരിച്ചു കൊടുക്കുന്ന മറുപടി. അപ്പോൾ അദ്ദേഹം ഈ സൗഹൃദമൊക്കെ ഇതേ രീതിയിൽ തന്നെ തുടരും, ഒരു തിരുത്തലിനും ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് മേയർ MK വർഗീസ് പറഞ്ഞതിന്റെ അർത്ഥം. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ CPIM-ൽ നിന്ന് വരുമോ എന്നറിയണം. ജെയ്സൺ ചാമളപ്പിൽ നമുക്ക് പോകേണ്ട. ജെയ്സൺ ചാമളപ്പിൽ മാറാൻ മേയർ ഒരുക്കമല്ല, മേയർ എങ്ങനെയാണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഹലോ ജെയ്സൺ കേൾക്കാമോ? സുജിയ പൂർണ്ണമായും VS സുനിൽകുമാറിന്റെ പ്രസ്താവന തള്ളുകയാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. BJP-ക്ക് വേണ്ടി താൻ പ്രവർത്തിച്ചു എന്ന ആരോപണത്തിന് അദ്ദേഹം തെളിയിക്കാൻ VS സുനിൽകുമാറിനെ വെല്ലുവിളിക്കുന്നു. ഇത്തരത്തിൽ VS സുനിൽകുമാർ മേയർക്കെതിരെ നടത്തിയ മുഴുവൻ പ്രസ്താവനകളെയും തള്ളിക്കൊണ്ട് താൻ ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. എല്ലാ VS സുനിൽകുമാർ നടത്തിയ പ്രസ്താവനകളെല്ലാം ബാലിശമാണ്, അതിനും മറുപടി പറയാൻ താൻ തയ്യാറല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഏതായാലും VS സുനിൽകുമാറിനെ പൂർണ്ണമായി തള്ളുകയും അതോടൊപ്പം തന്നെ മേയറോട് ചേർന്ന് CPM-ന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവും പിന്നെ കോർപ്പറേഷൻ കൗൺസിലറുമായ വർഗീസ് കണ്ടംകുളത്തിയോടൊപ്പം വന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ. അതിനർത്ഥം CPM-ന്റെ പിന്തുണ ഇപ്പോഴും ഉറച്ച് തനിക്കൊപ്പമുണ്ടെന്ന് മേയർ ഉറപ്പിച്ച് പറയുകയാണ്. അതുകൊണ്ട് തന്നെ CPI-യുടെ നിലപാടുകൾ അല്ല VS സുനിൽകുമാർ പറയുന്നത്. VS സുനിൽകുമാർ വ്യക്തിപരമായി താൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം നിരന്തരമായി പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. എന്താണ് പ്രശ്നമെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹത്തിന്റെ ബാലിശമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഉത്തരവാദിത്തമില്ല. അതോടൊപ്പം BJP-ക്ക് വേണ്ടി താൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തിച്ചു എന്ന പറഞ്ഞതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അത് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നത് അടക്കമുള്ള നിരവധി എല്ലാ ആരോപണങ്ങൾക്കും, അതായത് VS സുനിൽകുമാർ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകുകയാണ് MK വർഗീസ്. അതോടൊപ്പം ക്രിസ്മസ് ദിനത്തിൽ താൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. സ്വാഭാവികമായും തൻ്റെ പാർട്ടിയോ, അതായത് CPM-ഓ CPI-യോ കോൺഗ്രസിൽ നിന്നോ ഒരു നേതാവും തന്നെ വന്നു കാണുകയോ തനിക്കൊരു കേക്ക് തരികയോ അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് BJP-യുടെ നേതാവ് വന്നു തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ തനിക്ക് കഴിയില്ല. അതുകൊണ്ട് താൻ ആ കേക്ക് സ്വീകരിച്ചു. നന്മയുടെ സ്നേഹത്തിൻ്റെ സന്ദേശം നൽകുന്ന ക്രിസ്മസ് ദിനത്തിൽ സ്വാഭാവികമായി തൻ്റെ വീട്ടിലേക്ക് വരുന്നവരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുക എന്ന നിലപാടാണ്. അതുകൊണ്ട് തന്നെ BJP-യുടെ നേതാക്കൾ വന്നു, അവർ തനിക്ക് കേക്ക് വന്നു, അത് ഞാൻ സ്വീകരിച്ചു. അതിനും അപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും തന്നെ കാണാൻ വരികയോ തനിക്ക് ഒരു കേക്ക് നൽകുകയോ എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. തന്നെ കാണാൻ വരുന്നതിന് മുൻപ് തൃശൂർ ആർച്ച് ബിഷപ്പിനെ പോയി സന്ദർശിക്കുക നടക്കമുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും VS സുനിൽകുമാറിന്റെ പ്രസ്താവന പൂർണ്ണമായി തള്ളുകയും തന്നോടൊപ്പം CPM ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയുക കൂടി ചെയ്യുകയാണ് മേയർ MK വർഗീസ്. വ്യക്തമാണ്. വീട്ടിൽ വരുന്നവരെ പുറത്താക്കാനാകുമോ? ഈ ആരോപണമൊന്നും പുതിയതല്ലല്ലോ എന്നാണ് കേക്ക് വിവാദത്തിൽ തൃശൂർ മേയർ MK വർഗീസ് പറയുന്നത്.